ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് മൂന്നാമത്തെ ലാബിലേക്ക് പോവാണ്. മൂന്നാമത്തെ ലാബ് എന്ന് പറയുമ്പോൾ എസ്ക്യൂൽ ഇഞ്ചക്ഷൻ യൂണിയൻ അറ്റാക്ക് ഡിറ്റർമൈനിങ് ദ നമ്പർ ഓഫ് കോളംസ് റിട്ടേൺഡ് ബൈ ദ ക്വറി. ഇതിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ എത്ര കോളംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാണ് കേട്ടോ. ഇതാണ് ഈ ലാബിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക, ദെൻ സൊല്യൂഷൻ നല്ലതുപോലെ വായിക്കുക. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് നല്ലോണം നല്ല ഹാർഡായിട്ട് തോന്നും. സോ എന്നാലും നമ്മൾ സൊല്യൂഷൻ നല്ലപോലെ പഠിക്കാം. പിന്നെ ഈ പേലോഡിന്റെ മീനിങ് എന്താണ് എ ടു സെഡ്, ഈ കമന്റ് വരെയുള്ള ആ ഒരു പേലോഡിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നതാണ്, എന്നാലും നിങ്ങൾ റിസർച്ച് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ കാറ്റഗറി ഫിൽറ്ററിൽ പെറ്റ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. സോ പെറ്റ്സ് സെലക്ട് ചെയ്തപ്പോ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു, നോർമൽ റിക്വസ്റ്റ് വന്നു. ഞാൻ ഇവിടെ പേലോഡ് ഇഞ്ചെക്ട് ആക്കി. സോ ഇതാണ് പേലോഡ് കേട്ടോ. അപ്പൊ ഇതൊന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്താണ്. ഇതാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. കാറ്റഗറി പാരാമീറ്റർ ആണ് വൾണറബിലിറ്റി കേട്ടോ, വൾണറബിൾ ആയിട്ടുള്ളത്. ദെൻ ഈ പെറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്ററിന്റെ വാല്യൂ ഈ ഈക്വൽ ടു ഇട്ടിട്ട് എഴുതുന്നില്ലേ, ഇത് അതിന്റെ വാല്യൂ ആണ്. പെറ്റ്സ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ആണ്. ദെൻ സിംഗിൾ കോട്ട് എന്തിനാന്ന് വെച്ചാൽ സ്ട്രിങ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങും ഒരു കോട്ട് ഉണ്ടാവും, പിന്നെ എൻഡിങ്ങും ഒരു കോട്ട് ഉണ്ടാവും. അത് ഡബിൾ കോട്ട് ആവാം, സിംഗിൾ കോട്ട് ആവാം. അപ്പൊ ഇവിടെ സിംഗിൾ കോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. സോ ഈ ഒരു ലാബിൽ പറയുന്നത് സിംഗിൾ കോട്ട് ആണെന്നാണ്. സോ ഇതിൽ എന്തിനാണ് നമ്മൾ സിംഗിൾ കോട്ട് ഇടുന്നത് വെച്ചാൽ സെർവറിന് കൺഫ്യൂഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്നാലല്ലേ നമ്മൾ സെർവറിനെ കൺഫ്യൂസ്ഡ് ആക്കിയാലല്ലേ നമുക്ക് സെർവർ ഡാറ്റ ഒക്കെ തരത്തുള്ളൂ. സോ ആ ഒരു മീനിങ് വെച്ചിട്ടാട്ടോ. ദെൻ യൂണിയൻ ചെയ്യാണ്. എന്തിനാണ് നമ്മൾ യൂണിയൻ ചെയ്യുന്നത്? പെറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറി, പെറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ സെർവറിൽ പോയിട്ട് പിന്നെ മെയിൻ ആയിട്ട് എന്തിനാണ് നമ്മൾ പാരാമീറ്റർ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാരാമീറ്ററിലാണ് നമ്മൾ ഡാറ്റ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ നമ്മൾ ആ ഒരു കൊറീനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ റിട്രീവ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാറ്റഗറി ഫിൽട്ടർ, നമ്മൾ പാരാമീറ്ററിൽ തന്നെ നമ്മൾ അറ്റാക്സ് കൂടുതലായിട്ട് ചെയ്യുന്നത് കേട്ടോ. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ നമ്മളിങ്ങനെ മനസ്സിലാക്കി പഠിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഈ പോർച്ചുഗൽ ആപ്സ് ഒക്കെ ഒരുപാട് ഈസിയാണ്. അപ്പോ എന്താണ് പെറ്റ്സ് എന്ന് പറയുന്നത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാണ് അല്ലെ. സോ അങ്ങോട്ട് പോകുന്ന റിക്വസ്റ്റ് ആണ് നമ്മൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. സോ പോകുമ്പോ നമ്മൾ പറയാം കേട്ടോ, പെറ്റ്സേ നിങ്ങൾ പോവാണെങ്കിൽ എനിക്ക് വേറൊരു സാധനം കൂടെ എടുത്തിട്ട് വാ എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്താണ്, നമ്മൾ ഡാറ്റാബേസിലെ കോളംസ് എത്ര ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡാറ്റാബേസിലേക്ക് പോയാലല്ലേ അറിയുള്ളൂ. നമുക്ക് അങ്ങനെ ആ ഒരു അറിയുന്ന ആ ഒരു പേലോഡ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ ആ ആ ഒരു എക്സ്ട്രാ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നീ എന്തായാലും പെറ്റ്സ് നീ അങ്ങോട്ട് പോകുന്നുണ്ട്, എന്നാ പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങൾ കൂടെ കൊണ്ടുവാ എന്നുള്ള ഒരു മീനിങ്. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഒരു കുട്ടി വീട്ടിൽ പോവാണെങ്കിൽ എന്താ പറയാ, ആ ഒരു കുട്ടി വീട്ടിൽ പോവാണെങ്കിൽ നിന്റെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കട്ട എടുത്തിട്ട് കൊണ്ടുവാ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കില്ലേ. നമ്മൾ ആ ഒരു കുട്ടീനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട്, എന്നിട്ട് ആ ഒരു കുട്ടി ഏതായാലും വീട്ടിലും പോകുന്നുണ്ട്, ആ കുട്ടി എന്തായാലും കൊണ്ടുവരുന്നുണ്ട്, എക്സ്ട്രാ നമുക്ക് വേണ്ടത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ യൂണിയൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് യൂണിയൻ കൊടുത്തു, ദെൻ സെലക്ട് കൊടുത്തു. സെലക്ട് എന്തിനാ? റിട്രീവ് ചെയ്യാൻ, ഡാറ്റ റിട്രീവ് ചെയ്യാൻ. ദെൻ നൾ എന്തിനാ കൊടുക്കുന്നത് ഗൈസ്? അവിടെയാണ് നമ്മൾ മെയിൻ പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ യൂണിയൻ എന്തിനാണ്? എക്സ്ട്രാ കൂടെ നമ്മൾ കൊടുക്കാൻ. രണ്ട് കുറി കൊടുത്തില്ലേ, ഇവിടെ നമ്മൾ രണ്ട് കുറിയല്ലേ കൊടുത്തിരിക്കുന്നത്. പെറ്റ്സ് എന്ന് പറയുന്നത് ഒരെണ്ണം, പിന്നെ സെലക്ട് നള്ള് വേറെ, അവിടുത്തെ കോളംസ് എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പൊ രണ്ട് കുറിയല്ലേ. അപ്പൊ എന്താണ്, ആ ഇവിടെ നള്ള് കൊടുക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ നള്ള് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് കോളം അറിയണം അല്ലെ. സോ കോളം അറിയണമെങ്കിൽ, എത്ര കോളം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ നള്ള് ഇട്ടിട്ടാണ് നോക്കുക. സോ നള്ള് ഞാൻ ഇവിടെ ഇട്ടു, അതായത് സെലക്ട് പ്ലസ് നള്ള് ഇട്ടിട്ട് ഇവിടെ കമന്റ് ഇട്ടു കേട്ടോ. കമന്റ് ഇട്ട് എന്തിനാണ് ഇട്ടെന്ന് വെച്ചാൽ കമന്റ് ഇട്ടാൽ നമ്മൾ കമന്റിന് ശേഷമുള്ളത് ഒന്നും നമ്മൾ എക്സിക്യൂട്ട് ആവില്ല, അത്രേ ഉള്ളൂ. ഇത് ഞാൻ സെൻഡ് ചെയ്തു. സോ ഗായ്സ്, ഇവിടെ ഇന്റേണൽ സെർവർ ഉണ്ട്. ഇപ്പൊ എറർ വന്നു അല്ലെ. എറർ വന്നപ്പോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു കോളം അല്ല, എന്താണ്, ഒരു നള്ളിട്ട് കൊടുത്തപ്പോ എറർ വന്നു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കോളം അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. അടുത്ത നമ്മൾ ഒരു കോളം അല്ല. അപ്പൊ നെക്സ്റ്റ് എത്ര കോളം ഉണ്ടെന്ന് നമ്മൾ നോക്കുകയാണ് കേട്ടോ. ഗായ്സ്, ഞാൻ പറയുന്നതിൽ പറയുന്നതിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. വോയിസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഗൈസ്. സോ ഞാനിതില് എന്റെ 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 ടൈപ്പിംഗ് കുറച്ച് കേടാണ്. സോ അത് എന്റെ സോ അതുകൊണ്ട് ഇവിടെ ഒരു മിനിറ്റ്.
അപ്പൊ ഒരു നള്ളൂടെ നമ്മൾ ഇട്ട് നോക്കാണ്, ദെൻ സെൻഡ് ആക്കാം. നോക്കാം ഗൈസ്, വരട്ടെ. അപ്പോഴും ഇന്റേണൽ സെർവർ ആണ്. അപ്പൊ നമ്മൾ എന്ത് നോക്കണം, ഒരു കോൾ ഇട്ടപ്പോ ഒരു നൾ ഇട്ടപ്പോ നമുക്ക് എന്ത് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാം, എറർ വന്നപ്പോ ഒരു കോളും അല്ല. പിന്നെ രണ്ടാമത്തെ നള്ളൂടെ നമ്മൾ ഇട്ട് നോക്കിയപ്പോ 2 കോളും അല്ല. അപ്പൊ നമ്മൾ ഇനി മൂന്നാമത്തെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നള്ള് നമ്മൾ സെൻഡ് ആക്കി. അപ്പൊ കറക്റ്റ് 200 ഓക്കെ വന്നു അല്ലെ. കറക്റ്റ് അല്ലെ 200 ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ, സക്സസ് എന്നുള്ള ഒരു റെസ്പോണ്ട്. ആ ഒരു വെബ്സൈറ്റിന്റെ എന്താ പറയാ, വെബ്സൈറ്റിന്റെ സ്റ്റേറ്റ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതാണ് ഇവിടെ, അതായത് വെബ്സൈറ്റ് എങ്ങനെയാ ഇപ്പൊ 500 ആണെങ്കിൽ എന്താണ്, എറർ ആണ്, സെർവർ സൈഡ് എറർ ആണ്. പിന്നെ വന്നിട്ട് 400 ആണെങ്കിൽ അത് ബാഡ് റിക്വസ്റ്റ് ആയിട്ട് വരും. പിന്നെ വന്നിട്ട് 200 ആണെങ്കിൽ എന്താണ്, അത് സക്സസ് ആണ്. നമ്മൾ എന്താണോ ആ ഒരു റിക്വസ്റ്റ് സക്സസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 302 ആണെങ്കിൽ എന്താണ്, 300 ഒക്കെ വരുമ്പോ ഒരു വെബ്സൈറ്റിൽ നിന്ന് വേറൊരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. സോ ആ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു നള്ളിട്ടപ്പോ എറർ വന്നു, രണ്ടാമത്തെ നള്ളിട്ടപ്പോൾ എറർ വന്നു. സോ നമ്മള് ഒരു കോളല്ല, 2 കോളല്ല, മൂന്നാമത്തെ ഇട്ടപ്പോ കറക്റ്റ് റെസ്പോൺസ്. അപ്പൊ കറക്റ്റ് ആയിട്ട് റെസ്പോൺസ് വന്ന സ്ഥിതിക്ക് 3 കോളമേ ഉള്ളൂ എന്നാണ് ആ ഒരു റിക്വസ്റ്റിന്റെ മീനിങ്. ഇത്രേ ഉള്ളൂ ഗായ്സ്. നമുക്ക് ഇതൊരു ലാബാണ്, നമ്മൾ ഒരുപാട് ടൈം എടുത്ത് വരട്ടെ. 200 ഓക്കെ ആയി, നമ്മള് ഇന്റർസെപ്റ്റ് ഓഫ് ആക്കി. നമുക്ക് നോക്കാം, ലാബ് സോൾവ് ആയാൽ നമുക്ക് നോക്കാം ഗായ്സ്. ലാബ് സോൾവ് ആയി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും.